നമസ്കാരം. വീണ്ടും മണിപ്പിച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഈ 3100 വന്നിരിക്കുന്നു സ്വർണ്ണത്തിന്റെ വില. ആക്ച്വലി 12,000 താഴെ ചെന്നിരിക്കണം. ഈ ഇട്ട ടാക്സ് കാരണം 13,100 ഇരിക്കുന്നു. വെള്ളി വന്നിട്ട് ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ 220 വന്നിരിക്കുന്നു. നിങ്ങൾ വിൽക്കാൻ പോകുന്നെങ്കിൽ 2% മുകളിൽ കടക്കാർ വാങ്ങൂല. നിങ്ങളെ തലയിൽ കിട്ടുന്നത് 2.45 കിട്ടാൻ നോക്കുന്നു. വെള്ളിയുടെ കഥ അതോ ഗതിയാണ്. തിരികെ ഇന്നിറങ്ങി 94.70 വന്നിരിക്കുന്നു. അതിൻ്റെ ശേഷം കച്ചായണയുടെ വില 73 ആണ്. ഇന്ന് രാവിലെ മാർക്കറ്റ് 73 പോയിന്റിൽ ഓപ്പണായി. പിന്നെ 175 വരയ്ക്ക് ഏറിയായിരുന്നു. പിന്നെ ഈ 24,000 അടുത്ത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് 24,506 എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്തിരിക്കുന്നു. ഇത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നു മാനിപ്പുലേറ്റഡ് മാർക്കറ്റ് എന്ന്. കാരണം ഇന്ന് FIA ലീവ് ഇട്ടെന്ന് തോന്നുന്നു. നാളെ FIA തിരികെ ബാറ്റ് എടുക്കുവാണെങ്കിൽ തിരികെ ഇറങ്ങും. ബാങ്ക് നിഫ്റ്റി 490 പോയിന്റ്സ് മുകളിലിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ ബാങ്ക് നിഫ്റ്റിയെ കയറ്റുന്നു എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. പ്രോബ്ലം എന്ന് പറയുന്നു. പ്രോബ്ലം കാരണം IT 50% ഔട്ട്. 50% ഡൗൺ ആയെങ്കിൽ ഇരിക്കുന്നവർക്കൊക്കെ ജോലി പോകുമെന്ന് നിങ്ങൾക്കറിയാം. ഈ പ്രൈവറ്റ് ബാങ്കൊക്കെ ലോൺ കൊടുത്ത്, ഹൗസിംഗ് ലോൺ, കാർ ലോൺ, പേഴ്സണൽ ലോണൊക്കെ കൊടുത്ത് എല്ലാം ഈ ITയുടെ ശമ്പളത്തിന് വിശ്വസിച്ചാണ്. അപ്പോൾ ആ അക്കൗണ്ടൊക്കെ എൻട്രി ആവുന്ന ഒരു പേടി ഉണ്ടാവും. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയും കയറരുത്, ബാങ്ക് നിഫ്റ്റിയും ചേർന്നാണ് വിളണം. എനിക്കത് മനസ്സിലാവുന്നില്ല. എല്ലാ പ്രൈവറ്റ് സെക്ടർ ബാങ്കും കോർപ്പറേറ്റ് ലോൺ കുറച്ചായിട്ടും റീറ്റെയിൽ ലോൺ കൂടുതലായിട്ടും കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ റീറ്റെയിൽ ലോൺ കാരണം വീട് കെട്ടാൻ പറ്റുന്നില്ല, കാർ ലോൺ കെട്ടാൻ പറ്റുന്നില്ല, പേഴ്സണൽ ലോൺ കെട്ടാൻ പറ്റുന്നില്ല. എന്നാൽ അടുത്ത ഇമ്മീഡിയറ്റ് കൊലാട്രൽ ഡാമേജ് വന്നിട്ട് ബാങ്കിനാണ് വരും. പക്ഷേ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാവുമെന്ന് വെച്ചാൽ മ്യൂച്വൽ ഫണ്ട് ഇതാ വാങ്ങണമെന്നറിയാതെ ബാങ്കിനെ വാങ്ങി മുകളിൽ എടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ നല്ല പൊസിഷനിൽ ഇരിക്കുന്നു. അവിടെ ബാങ്കൊക്കെ എടുത്ത് ഒരുപാട് ദിവസമാകുന്നു. ഈ പാലിക്കുന്ന ഏതെങ്കിലും ബാങ്കിന് 1.2 എന്ന് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് FMCG ഇൻഡെക്സ്, ഇതിന് ശേഷം ആട്ടോ. ആദ്യം നോക്കിയത് IT, ഫാർമ, മെറ്റൽ എല്ലാം നെഗറ്റീവായിരുന്നു. IT ഇൻഡസ്ട്രിയിൽ TCS 50% വിളിഞ്ഞിരിക്കുന്നു. 9,000 രൂപയ്ക്ക് വെക്കുമ്പോൾ തീർച്ചയായിട്ടും വിലൂല എന്നാണ് നിങ്ങൾ കരഞ്ഞത്. അടുത്തിൻ്റെ താഴെ പോട്ട് നോക്കാമെന്നിരുന്നു. ഇന്ന് ഇറങ്ങുമെന്ന് നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ ഇറങ്ങാൻ പോസിബിലിറ്റീസ് ഉണ്ട്. ഇത് എന്താവുമെന്ന് വെച്ചാൽ ഒരു പേടീനെ ഉണ്ടാക്കിക്കൊണ്ട് സൈക്കിളിൻ്റെ ഒപ്പം ഇന്നൊരു സൈക്കിളിൽ വരും. ഇതിലുള്ള വലിയ പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ ജോലിക്ക് ആൾക്കാരെ കുറയ്ക്കും. അവരുടെ മാർജിൻ ഇപ്പോൾ വലുതായിട്ട് അഫക്റ്റ് ആവില്ല. കാരണം നിങ്ങൾ സ്ക്രീൻഷോട്ടൊക്കെ ഇപ്പോൾ നോക്കും, നിങ്ങൾക്ക് ശമ്പളമേ കയറുന്നില്ല. മറ്റ് ജോലിയെ കമ്പയർ ചെയ്യുമ്പം കുറവായിട്ടുള്ള ശമ്പളമാണ് കൊടുക്കുന്നത്. എല്ലാം കറക്റ്റാണ്. ഇപ്പോൾ ഒരുപാട് സോഫ്റ്റ്വെയർ IT ചെയ്യാൻ ആൾക്കാരുണ്ട്. ഇപ്പോൾ ശമ്പളം കയറേണ്ട പോസിബിലിറ്റീസ് കുറവാണ്. 303%, കമേഴ്ഷ്യൽ വെഹിക്കിൾ 1.7, സൗത്ത് ഇന്ത്യൻ ബാങ്ക് 1.6, അജാജ് 1.5, ഹീറോ മോട്ടോർ 1.5, SN ബാങ്ക് 1.4, ഇറ്റൻ 1.2, കർണാടക ബാങ്ക് 1.1, ഗമയിൽ റോക്കറ്റിൽ കയറിപ്പോയിക്കൊണ്ടേയിരിക്കുന്നു. മഹേന്ദ്ര -2, മണപ്പുറം -1.2. US ഒരു വലിയ ഭൂകമ്പമാണ്. നിഷ ഹുക്കിൻ്റെ മേലെ കൈവയ്ക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഇന്ന് പറയുന്നു ഇനി ഇത് പറയുന്ന ആരാണ് US സിറ്റിസൺ എന്നൊക്കെ പറയുന്നു. ഒരിക്കലും ഒരു കൊച്ചു ജനിക്കുവാണെങ്കിൽ അത് അമേരിക്കൻ സിറ്റിസൺ ആണ്. ഇത് വന്നിട്ട് 14th അമെൻമെൻറ്റ് മൂലം പ്രൊട്ടക്റ്റഡ് ആണ്. ഇതൊക്കെ മാറ്റാൻ പറ്റൂല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നാൽ ഞാൻ അമേരിക്കയുടെ ഒപ്പം നേരെ ഒന്നും സംസാരിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. റൈറ്റ് ഓഫ് ഹോമോസ് എൻ്റെ കൺട്രോളിൽ തന്നെ ഇരിക്കുന്നു. ബട്ടെങ്കിൽ വിടും, ഇല്ലെങ്കിൽ പിടിച്ചു വയ്ക്കും എന്ന് പറയുന്നു. ഇത് വന്നിട്ട് ഫസ്റ്റ് ക്വാർട്ടർലി ഫാൾ. US ടേംസ് പോയി 3 വർഷത്തിൽ ഇതാണ് ആദ്യത്തെ ക്വാർട്ടർലി ഫാൾ ഇൻ ഡോളേഴ്സ്. വന്നിട്ട് 3,973 4,010 വരയ്ക്കും ട്രേഡ് ആയിരിക്കുന്നു. 3,999 ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. SME ഫണ്ട് റൈസിങ് എന്ന് പറഞ്ഞ് ഒന്ന് ചെയ്തുകൊണ്ടിരുന്നു. എല്ലാ മോട്ടോർ സൈക്കിൾ കമ്പനിയൊക്കെ അവർ തറയിൽ കെട്ടിയത്. ഈ ഫണ്ടിങ് ആക്ടിവിറ്റി ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നു. EV വരുന്നില്ല, കാരണം EV എല്ലാം ഇളിച്ച വയൻ വരുന്നില്ല. ഈ മ്യൂച്വൽ ഫണ്ടും അതിലിടില്ല. ഇത് കാരണം അത് 90% കുറഞ്ഞിട്ടുള്ളത്. സെൻസെക്സ് 6 വർഷത്തിൽ ഫസ്റ്റ് ഹാഫ് നടന്നിരിക്കുന്നു. ഇന്ന് നിഫ്റ്റി IT 6 വർഷത്തിൻ്റെ ലോഹർ അടുത്താണ് വന്നിരിക്കുന്നത്. പറഞ്ഞതുപോലെ TCS, ഇൻഫോസിസ്, പ്രോ എല്ലാം നിയർലി 50% ലോ ആണ്. ഒരുപാട് ദിവസം കഴിഞ്ഞ് ഇൻഫോസിസ് ട്രിപ്പിൾ ഡിജിറ്റിൽ വന്നിരിക്കുന്നു. ടാറ്റ വോൾട്ടാസിൻ്റെ ചെയർമാനായിട്ട് റിട്ടയർ ആയിരിക്കുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മാർക്കറ്റ് ഒന്നും ക്ലിയർ ആയിട്ട് പോയില്ല. ക്ലിയർ ആയിട്ട് പറയാം എന്തെന്ന്. വർഷക്കാർക്ക് 70 വയസ്സാവാൻ പോകുന്നു. ടാറ്റ കമ്പനി റൂൾ പടി 70 വയസ്സായെങ്കിൽ ഒരു റിട്ടയർ ആയിക്കൊണ്ട് പോകണം.
ഓൾറെഡി ട്രെൻഡ് പൊസിഷൻ ചെയർമാനിലിരുന്ന് റിസൈനായി. ഐ10ൽ വൈസ് ചെയർമാനായിരിക്കുന്നു. അതിനെ വിടുമെന്നാണ് എനിക്ക് തോന്നുന്നു. ഗ്രൂപ്പ് കമ്പനി ഇന്ത്യൻ ഹോട്ടൽ കമ്പനി എന്ന് പറയുന്നത് 7,000 കോടിക്ക് ഇൻവെസ്റ്റ് ചെയ്ത് 2030 അകത്ത് 700ൻ്റെ മുകളിൽ ഹോട്ടൽ കൊണ്ടുവരണം, 15,000 റവന്യൂ കൊണ്ടുവരണം ഒക്കെയാണ് അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. 15,000 crore ടേൺ ഓവറും 700ൻ്റെ മുകളിൽ ഹോട്ടലും ഓൺ ചെയ്യണമെന്ന് അവർ വിചാരിക്കുന്നു. മണപ്പുറം എന്ത് ചെയ്തിരിക്കുന്നു എന്നാൽ സാധാരണമായിട്ടുള്ള സർവൈലൻസ് പറ്റൂല എന്ന് പറഞ്ഞ് ഉപയോഗിച്ച് അവരുടെ പ്രോസസ് സിസ്റ്റം എല്ലാം വളരെ സേഫായി ഇരിക്കുന്ന എന്ന് നോക്കി ഗോൾഡ് സേഫായി ഇരിക്കുന്ന എന്ന് നോക്കാൻ വേണ്ടി ഗ്ലോ എന്ന് പറയുന്ന ഒരു കമ്പനിയോടൊപ്പം ടൈപ്പ് ചെയ്തിരിക്കുന്നു. എന്നിട്ട് 100 ബ്രാഞ്ച് ട്രൈ ചെയ്ത് എന്ത് ഡിഫറൻസ് കാണിക്കുമെന്ന് പറയാൻ പറഞ്ഞിരിക്കുന്നു. അതിന് വന്നിട്ട് ഒരു LOA കൊടുത്തിരിക്കുന്നു. അപ്പോൾ പുതിയതായിട്ടൊരു ഫണ്ട് വന്ന ഉടനെ എല്ലാ പരിമാണങ്ങളിൽ മാറ്റം കാണാൻ പറ്റുന്നു. മണപ്പുറം എന്ന് പറയുന്നത് കേരള ബേസ്ഡ് കമ്പനിയാണ്. മെച്ചനാലിക് ക്ലൗഡ് എന്ന് പറയുന്നത് ഹൈദരാബാദ് ബേസ്ഡ് കമ്പനിയാണ്. 2 വീലർ വന്ന് 1 മാസത്തിൽ തന്നെ കയറി എന്ന് പറഞ്ഞു. മെയ് മാസം തന്നെ ജൂണിലും കയറി എവിടെയോ ചെന്നിരിക്കുന്നു. 1,82,000 യൂണിറ്റിൻ്റെ അടുത്ത് ആൾമോസ്റ്റ് കൊടുത്തിരിക്കുന്നു. ഇപ്പം കുറവാണ്. ഇത് ഈ 2-3 മാസത്തിൽ വിൽക്കും. TVS നമ്പർ 1, ബജാജ് നമ്പർ 2, എയ്ത്തർ നമ്പർ 3, ഓല ഇലക്ട്രോണിക്സ് എവിടെയോ കാണാതെ പോയി. ഇൻഫാക്ട് അതിൻ്റെ രജിസ്ട്രേഷനും കുറഞ്ഞു പോയിരിക്കുന്നു. ക്വാളിറ്റി വാൾസ് എന്ത് പറഞ്ഞിരിക്കുന്നു എന്നാൽ പാരന്റ് കമ്പനിക്ക് ഇതൊക്കെ കൊടുക്കാൻ പറ്റൂല. റോയൽറ്റി ഒക്കെ ഐസ്ക്രീം വിക്കറ്റും പിന്നെ റോയൽറ്റി നോക്കാമെന്ന് പറയുന്നു. 27 റോയൽറ്റി കൊടുക്കുമില്ല എന്നും അവർ വാങ്ങുമില്ല എന്നും സമ്മതിച്ചിരിക്കുന്നു. കോട്ടക് മഹീന്ദ്ര എന്ത് ചെയ്യുന്നു എന്നാൽ ബ്രാൻഡിനെ റീറ്റെയിൽ ആൻഡ് മിൽക്ക് ബിസിനസ്സിനെ വാങ്ങുന്നു. ഇത് വന്നിട്ട് ഒരു 29,000 കോടിയുടെ ഒരു ബിസിനസ്സാണ്. 16,000 കോടി ഡെപ്പോസിറ്റ്സ്, 10,000 കോടി വന്നിട്ട് JAM ആൻഡ് JSWയുടെ അടുത്ത് കാശില്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. അവരും ഡിസ്കസ് ചെയ്തുകൊണ്ടില്ല, ഒരുപാട് കാശ് വച്ചിരിക്കുന്നു, പബ്ലിക് ഇഷ്യൂ ഒക്കെ ഇട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. KRയുടെ അടുത്ത് പോയി 400 മില്യൺ റെഡ്യൂസ് ചെയ്യും, ഇൻവെസ്റ്റ് ചെയ്യുക, അപ്പോൾ തന്നെ LGയിൽ എന്നെ കൊണ്ട് പുതു മോഡൽ ഇറക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്നു. പിന്നെ അവരും കാശ് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓട് വന്നിട്ട് AI തന്നെ എല്ലാം ചെയ്യുമെന്ന് വിചാരിച്ചായിരുന്നു. 350 എഞ്ചിനീയറിനെ തിരികെ വിളിച്ച് ഹ്യൂമൻ എക്സ്പെർട്ടൈസിനെ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നു. ഇന്ത്യയിലിരുന്ന് പുറത്തേ പോകുന്ന എക്സ്പോർട്സിൽ വർഷത്തിൽ ഓട്ടോമൊബൈൽ എക്സ്പോർട്സ് പിന്നെ ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ് തന്നെ ഒരുപാട് എക്സ്പോർട്ട് ആയിരിക്കുന്നു. ഇതും ഇന്ത്യയിലിരുന്ന് ജപ്പാനിനാണ് ഒരുപാട് എക്സ്പോർട്ട് ആയിട്ടുള്ളത്. പക്ഷേ എന്ത് പറയുന്നു എന്നാൽ സ്റ്റെൻ ഏഷ്യ ഈ അറബ് നാട്ടിൽ നിന്ന് വന്ന് ആ കോൺഫ്ലിക്റ്റ് ഒക്കെ വന്ന് വിലവാശിയൊക്കെ ഏറ്റുവിട്ടു. അതിന് എന്ത് വേണമെങ്കിലും പറയാം, ഞങ്ങളെ വിലവാശി കയറി എന്നാണ് പറയുന്നത്. ഒയാ പോർട്ട് എന്ന് പറഞ്ഞ് കമേഴ്ഷ്യൽ സിലിണ്ടറിൻ്റെ വിലയെ 153 രൂപ കുറച്ചിരിക്കുന്നു. നമുക്ക് ആക്ച്വലി ആവശ്യമുള്ളത് റീറ്റെയിൽ സിലിണ്ടറാണ്. അത് ടച്ച് ചെയ്തില്ല. RBI വന്നിട്ട് ഫോർവേഡ് പൊസിഷനിൽ ഷോർട്ടിൽ 111 ഡോളർ ഇരിക്കുന്നു. അവിടെ ഷോർട്ട് പൊസിഷനെ ക്ലോസ് ചെയ്താൽ തന്നെ മാർക്കറ്റ് കയറും. പുലീൻ്റെ വാല് പിടിച്ചതുപോലെയാണ് കഥ നടന്നേക്കുന്നത്. എൻ്റെ പുറകെ ചെന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ രൂപ എപ്പോൾ വേണമെങ്കിലും വീഴാം. ഫിസിക്കൽ ഡെഫിസിറ്റ് 1.6 lakh crore ആയിരിക്കുന്നു. April to May, June വരയ്ക്കും. ഇത് എല്ലാം നമ്മളെ ഓവറോൾ സിറ്റുവേഷനിൽ ഇമ്പാക്റ്റ് ഇരിക്കും. RBI എന്ത് ചെയ്യുന്നു എന്നാൽ ബോണ്ട് ബൈബാക്ക് ചെയ്യുമെന്ന് പറയുന്നു. മോഡൽ സപ്ലൈ സബ്മിറ്റ് ചെയ്യാൻ ആൾ വന്നില്ല ഇതുവരെയ്ക്കും. ഇത് ഒരു പ്രഷർ പോയിൻ്റാണ്. ഇതുപോലെ തന്നെ ഇന്ത്യയുടെ എക്സ്റ്റേണൽ ഡെപ്റ്റ് 800 ബില്യൻ്റെ അടുത്ത് ചെന്നിരിക്കുന്നു. നമ്മൾ റിസോഴ്സിൻ്റെ ഡെപ്റ്റ് ഒരേ ലെവലിൽ ഇരിക്കുന്നു. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ടിന്നും വീക്കായി കൊണ്ടേ പോവും. ഗോൾഡ് നിങ്ങൾക്ക് അവസരത്തിന് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങി വെക്കാം. എങ്കിൽ വീട്ടിൽ ഇപ്പോൾ കല്യാണം വരണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതിനു വേണ്ടി വാങ്ങാം. നിങ്ങൾ ഗോൾഡ് ഇന്ന് ഇറങ്ങും. അമേരിക്കൻ മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നതനുസരിച്ചും എക്കോണമി റേറ്റ് ഇങ്ങനെ ഇറങ്ങുന്നു അതിനനുസരിച്ചും തന്നെ നമുക്കിതിനെ തീരുമാനിക്കാൻ പറ്റും. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് വാങ്ങുന്നു എന്ന് വിചാരിക്കുന്നവർ നിങ്ങൾ വെയിറ്റ് ചെയ്യാം. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട്. ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിലിരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട് ഇതിൽ. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്ക് കൊടുക്കും. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10 - 15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകും. നന്ദി, നമസ്കാരം.
നമസ്കാരം. അപ്പോൾ ചിന്മയ്ക്ക് വേണ്ടി ഒരു പുസ്തകം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആർക്കെങ്കിലും ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിനെ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ ഇരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം നിങ്ങൾക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം. അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.